നമസ്കാരം. അല്പം പഴകിയ ഒരു ഓഡിയോ ആണെന്ന് തോന്നുന്നു, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കേൾക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകാരെ മുട്ടി ജീവിക്കാൻ നിവൃത്തിയില്ല. തട്ടിപ്പ് ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുണ്ട്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും NBFCകളുടെയും ഒക്കെ പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്. തട്ടിപ്പ് നടത്തുന്നവർക്ക് വലിയ സ്വീകാര്യതയാണ്. മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്താൽ പാവപ്പെട്ട മനുഷ്യർ ഇത് തട്ടിപ്പാണെന്നറിയാതെ ആ കുഴിയിലേക്ക് വീണു പോകുന്നു. എന്നാൽ പരമ്പരാഗത തട്ടിപ്പുകൾ, എടുക്കാത്ത ലോട്ടറി അടിച്ചു, ആരുടെയോ നിക്ഷേപം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരാൻ കാത്തിരിക്കുന്നു, അപേക്ഷിക്കാത്ത ജോലി കിട്ടി, സ്വർണ്ണച്ചേനയും വെള്ളിമൂങ്ങയും ഒക്കെ വാങ്ങാം, ഇത്തരത്തിലുള്ള പരമ്പരാഗത തട്ടിപ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. അതിലൊക്കെ വീണു പോകുന്ന മനുഷ്യർ ഉണ്ട് എന്നത് തന്നെ അവിശ്വസനീയമാണ്. ജോലി തരാം എന്ന് പറഞ്ഞ് പണം വാങ്ങുക. ജോലി കൊടുക്കുന്നവൻ എന്തിനാണ് പണം വാങ്ങുന്നത്? ജോലി ചെയ്യുന്നവനല്ലേ പണം കൊടുക്കേണ്ടത്? മാത്രമല്ല, ഒരു ജോലിക്ക് അപേക്ഷിക്കാതെ നിങ്ങൾക്ക് ജോലി തരാൻ മാത്രം ഇത്രയും വലിയ പുണ്യാത്മാവ് ആരാണ്? ആയിരക്കണക്കിന് മനുഷ്യർ തൊഴിലില്ലാതെ നിൽക്കുമ്പോൾ ജോലി തരാം, ഇങ്ങോട്ട് പണം തരൂ എന്ന് പറയുമ്പോൾ തട്ടിപ്പാണെന്ന് തിരിച്ചറിയണം. അതുപോലെ ഒരിക്കലും എടുക്കാത്ത ലോട്ടറി അടിച്ചുവെന്ന് നിങ്ങളോട് പറയുന്നവരെ നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? ആരുടെയോ ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അത് കിട്ടാനുള്ള കുറച്ച് പണം തരണം എന്ന് പറയുമ്പോൾ പണം കൊടുക്കുന്നവരോട് സഹതാപമാണുള്ളത്. വിർച്വൽ അറസ്റ്റ് നടത്തി സൈബർ തട്ടിപ്പ് നടത്തുന്നവരുടെ കാര്യവും വ്യത്യസ്തമല്ല. എന്നാൽ ഇപ്പോഴും പരമ്പരാഗത തട്ടിപ്പുകൾ അത് തുടരുകയാണ്. ഞാൻ ഇന്ന് കേട്ട ഈ ഓഡിയോ ഞെട്ടിക്കുന്നതാണ്. ഈ ഓഡിയോയിൽ ഒരു യുവതി ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഒരു തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ സ്ത്രീ പറയുകയാണ്, ബ്രിട്ടീഷ് രാജാവ് ചാൾസിൻ്റെയും അന്തരിച്ച ഡയാനയുടെയും മക്കളായ വില്യമും ഹാരിയും, നമുക്കറിയാം ഹാരി ഇപ്പോൾ കുടുംബത്തോട് പിണങ്ങി അമേരിക്കയിലാണ് കഴിയുന്നത്, വില്യമാണ് പ്രിൻസ് ഓഫ് വെയിൽസ്. വില്യമും ഹാരിയും അവരുടെ ഫാൻസിന് വേണ്ടി ഒരു ക്ലബ്ബ് ഉണ്ടാക്കുന്നു. ആ ക്ലബിൽ അംഗത്വം 35,000 രൂപയാണ്. 35,000 രൂപ കൊടുത്താൽ അപ്പോൾ തന്നെ 10-15 ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. എല്ലാ മാസവും 40,000 രൂപ പെൻഷൻ കിട്ടും. കൂടാതെ അവരുടെ ബർത്ത്ഡേയ്ക്കും ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ സമ്മാനം കിട്ടും. ഈ ചേച്ചിക്ക് കാറ് വരെ കിട്ടിയിട്ടുണ്ട്. മാ 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 എന്നാണ് വില്യമും ഹാരിയും ഈ ചേച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണെന്ന്. കൗതുകമുണർത്തുന്ന ആ ശബ്ദരേഖ കേൾക്കുക. ഇത്തരം തട്ടിപ്പുകളെ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഹലോ 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 ചേച്ചി, ഇത് കാലടിന്നാ വിളിക്കുന്നേ. റോസിലിയുടെ ഫ്രണ്ടാണോ? റോസിലിയുടെ ഫ്രണ്ട് അല്ല, ഫ്രണ്ടിന്റെ മകളാണ്. ഓക്കെ ഓക്കെ മോളെ, എനിക്ക് വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇതെന്താ സംഭവം, എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിരുന്നു. മോളെ, ഇതൊരു മെമ്പർഷിപ്പ് കാർഡാണ്. നമ്മൾ അവരുടെ ഫാൻ ആണെന്ന് അവർക്ക് തോന്നണം, അത്ര ഇതിനകത്തുള്ള ഇതുള്ളൂ. ഈ അവരുടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ്. അല്ല ചേച്ചി, അപ്പൊ നമ്മള് ഫാൻസ് എന്ന് പറയുമ്പോ പിന്നെ എന്തിനാ വെച്ചാൽ നമ്മള് 35,000 രൂപ കൊടുക്കുന്നേ? ഇല്ല മോളെ, അത് അവരുടെ ഈ ലോകം മൊത്തം അവര് കൊടുക്കുന്നുണ്ട്. അവരുടെ മെമ്പർഷിപ്പ് കാർഡിന്റെ അവരിട്ടേക്കുന്ന ഫീസാണ്. പിന്നെ നിങ്ങൾ ജീവിതത്തിലൊന്നും കൊടുക്കണ്ട, മനസ്സിലായോ? കാരണം ഓരോ രാജകൊട്ടാരത്തിനും ഓരോ നിയമം കാണുമല്ലോ. വെറുതെ തരുമ്പോ നമുക്കൊരു വിലയും കാണുകയില്ല. അതിന്റെ ഞങ്ങൾ എല്ലാവരും അടച്ചവരാണ്. അല്ല, ഇത് എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നെ. എനിക്ക് പറഞ്ഞുതരാം. ഈ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഈ മെമ്പർഷിപ്പ് കാർഡ് എന്ന് വെച്ചാൽ അത് എന്താന്ന് ഞാൻ ചോദിക്കണം. അത് വെച്ചൊന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ. അവരുടെ മെമ്പർഷിപ്പ് കാർഡ് ആ കൊട്ടാരത്തിന്റെ. അത് അവരെന്ന് പറഞ്ഞ ആരാ? അതാണ് എനിക്കറിയാം. അത് ശരി. അപ്പൊ ഇതൊന്നും റോസിലി പറഞ്ഞില്ലേ? അതായത് ബെക്കിംഗ്ഹാം പാലസ് ആണ് അത് സ്ഥലം. ചാൾസ് രാജകുമാരന്റെ കൊട്ടാരം, രാജാവിന്റെ കൊട്ടാരം. പ്രിൻസ് വില്യം, അതായത് ഹാരി വില്യംസ് ഡയാനയുടെ മക്കള്. ഇപ്പൊ മനസ്സിലായോ? അവരവരുടെ ഫാൻസിന് കൊടുക്കുന്ന കാർഡാണ്. മോളിപ്പോ വിളിച്ചത് ഭാഗ്യമുണ്ട്. ഈ സേവന മനോഭാവം എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെയാണ്. അത് കാരണം ഇപ്പൊ വിളിച്ചത് ഭാഗ്യം. പിന്നെ ഉച്ചയുടെ കഴിഞ്ഞാൽ വരുവുള്ളു. ഇത് ഇപ്പൊ ഈ കാർഡ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, ആദ്യമേ തന്നെ 15-18 ഇടയ്ക്ക് ലക്ഷം രൂപ നമുക്ക് കിട്ടും. 2 വർഷം 1 മാസം 40,000 രൂപ എടുത്ത് പെൻഷൻ കിട്ടും. പിന്നെ ഓരോ ക്രിസ്മസും ഈസ്റ്റർ ഒക്കെ വരുമ്പോ ഇവര് നിശ്ചയിക്കുമല്ലോ ഇവരുടെ ഫാൻസിന് ഇത്ര കൊടുക്കണമെന്ന്. അതിനൊക്കെ നമ്മൾ അർഹയായിരിക്കും. ഇത് പൈസ മാത്രമല്ല, അതിന്റെ കൂടെ അവരെന്തൊക്കെയോ സാധനങ്ങൾ അയക്കും, എന്തോ കൈച്ചെയിൻ അങ്ങനെയൊക്കെയുള്ള. നമ്മുടെ ഈ പൈസ ഒരിക്കലും പാഴ് വരത്തില്ല. പിന്നെ വേറൊരു കാര്യം, എന്നെ നിങ്ങളെയൊക്കെ നന്നായിട്ട് റോസിലിക്ക് അറിയാം. ഞങ്ങൾ ഒരേ ഗവൺമെന്റ് വളർന്ന ആളുകളാണല്ലോ. എറണാകുളം സെയിന്റ് മേരീസ്.
പിന്നെ അത് തന്നെയല്ല മോളെ, 4.5 വർഷമായിട്ട് ഇനിയുണ്ട് 5 കൊന്ത ബാലൻസ്. അഖണ്ഡ ജപമാല ഡെയിലി ചൊല്ലുന്ന ആളാണ് ഞാൻ. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പിന്നെ ഇതാക്കണ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കേണ്ട ആളല്ലേ ഞാൻ. ദൈവം എന്നെ കൂട്ടരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. ഇതെന്നെ എനിക്ക് പേടിയില്ല. കൊണ്ടിരിക്കുവായിരുന്നു. അത് അവരുടെ പ്രൊസീജിയറാണ് മോളെ, മനസ്സിലായോ? അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട. അത് ലക്ഷങ്ങളൊന്നുമില്ല, അതവരുടെ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അത് ഇവരുടെ കീഴിലുള്ള മാനേജർമാരുണ്ട്. കാരണം അവരെ കവർ ചെയ്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അയച്ചു കൊടുക്കല്ല. എന്നോട് ഇത്രയൊക്കെ സ്നേഹവും ഇതൊക്കെ ആയിട്ട് ഏത് നേരം മാ 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 എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുത്തു. ഇനി ഒരാള് ബോംബെയിലുണ്ട്, റോസിലിയെ കാണാനായിട്ട് വന്നേക്കുന്നതാണ്. ഞാൻ ഇനിയും കാണും. അത് റോസിലിയുടെ ആക്സിഡന്റിന്റെ അവർക്ക് 10 ലക്ഷം രൂപ മുമ്പ് കൊടുത്തതായിരുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, ഞാൻ ഇപ്പോഴാണ് അപ്ലൈ ചെയ്യണത് മോളെ. ഞാൻ ഇവളുടെ കാര്യമാണ് എപ്പോഴും സംസാരിച്ചോണ്ടിരുന്നത്. എനിക്ക് ആർത്തി എന്ന് തോന്നരുത്. എനിക്ക് ഒത്തിരി പാക്കേജ് വരുന്നുണ്ട്, കാർ ഉൾപ്പെടെ വരുന്നുണ്ട്. അവരെന്നോടുള്ള സ്നേഹം പ്രത്യേകം കാണിക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ റോസിലി ആശുപത്രി കിടന്ന ഫോട്ടോ എല്ലാം ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ഭയങ്കര ഒരു ഓപ്പറേഷൻ ആയിരുന്നേ അത്. അതാണ് എന്റെ കറക്റ്റ്. ഇപ്പൊ മോള് വിളിച്ചത് ഭാഗ്യം. അതിൽ ഒന്നും സംശയിക്കത്തക്കതില്ല മോളെ. ഒരു കാര്യം, ഒരു വാക്ക് പോലും ഇല്ല ഇതിൽ നോണ. ഇനി ഏതെങ്കിലും പൈസ ഏതെങ്കിലും കാരണവശാല് നമ്മള് 90% നമ്മള് 10% ദൈവത്തിന് സമർപ്പിക്കണമല്ലോ. അങ്ങനെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും. അല്ലാതെ ഈ പൈസ പോകലില്ല. ഓരോരുത്തരും കമ്മലും മോതിരം ഒക്കെ വെച്ച് കഷ്ടപ്പെട്ട് അയക്കണ കാശാണ്. പിന്നെ നമ്മളെ എനിക്ക് അല്ലാതെ തന്നെ എനിക്ക് വരുന്നുണ്ട്. റോസില് പാനുള്ള ഇപ്പൊ ഇമ്പോർട്ടന്റ് പ്രശ്നം. എനിക്കും പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് എനിക്കും പ്രശ്നങ്ങളുണ്ട്. 3-4 മക്കളുടെ വിദ്യാഭ്യാസം, കല്യാണം എല്ലാം എനിക്കും ഉണ്ട് പ്രശ്നങ്ങള്. മോളുടെ പേര്? എന്റെ പേര്. ഓക്കെ. ഇനിയും അത് ഇതിൽ അയക്കേണ്ടത് പിന്നെ വാട്സപ്പിന്റെ അപ്പുറം ഇപ്പുറം അല്ല, വാട്സപ്പിന്റെ എന്നതാണ് അതിന് പറയണത് പോലെ, നമ്മുടെ ആധാർ കാർഡിന്റെ അപ്പുറം ഇപ്പുറം ഫോൺ നമ്പര്, അഡ്രസ്, ഫോട്ടോ. മനസ്സിലായാ? മനസ്സിലായി. ഈ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ പറയാം. ഓക്കെ, കുഴപ്പമില്ല ചേച്ചി. അയക്കണമെങ്കിൽ നാളെയെങ്കിലും അയക്കണം കേട്ടാ. ഓക്കെ. ഞാൻ റോസിനോട് പറഞ്ഞു ആരെയും പോസ്റ്റ് ചെയ്യിക്കണ്ട. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ ആൾക്കാരുടെ അടുത്തോട്ട് ഇച്ചിരി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു അവളുടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ചേച്ചി, നമ്മൾക്കിപ്പൊ അവര് പൈസ തന്നൂന്ന് പറഞ്ഞല്ലോ. അപ്പൊ എത്ര മാസത്തിനുള്ളിൽ നമ്മൾക്ക് അവര് പൈസ തരാ? കൂടിയ 30 ദിവസത്തിനുള്ളിൽ. 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടുവോ അവര്? നമ്മളെ വിളിച്ച് പറയില്ലേ ഇത്ര പൈസ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഇന്നോടത്ത് വന്ന് കളക്ട് ചെയ്യുകയെന്ന്. നമ്മുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ഇടാൻ അവർക്ക് പറ്റത്തില്ല. അത് ഡോളറാണ്, അല്ലെങ്കിൽ പൗണ്ടാണ്. അപ്പൊ ഈ റോസിലി ചേച്ചിയൊക്കെ എങ്ങനെയാണ് പൈസ മേടിച്ചേ? റോസിലിക്കൊക്കെ പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. റോസിലി അത് ഫോളോ ചെയ്തിട്ടാണ് അവർക്ക് ഇട്ടുകൊടുത്തത്. 10 ലക്ഷം 5 ലക്ഷം ഒന്നും അറിഞ്ഞേ കുഴപ്പമില്ല. നമ്മൾ അതിന് മേലോട്ടുള്ളതാണ് പ്രശ്നം. 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. നമുക്ക് പൈസ കിട്ടും. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ വരുന്നത് മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാണ്. അത് കുറെ കാലതാമസം വരും. അപ്പൊ മനുഷ്യന്റെ കാര്യമില്ല, എന്താണ് നാളെ സംഭവിക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ മക്കളെ? അതിലൊരു പോക്കുമില്ല നമ്മളെ, അല്ലെങ്കിൽ ഒരു നുണയില്ല. ഇത് നമുക്കെല്ലാം നിയമപരമായിട്ടാണോ കാര്യങ്ങള്? ഇതിനകത്ത് എന്തെങ്കിലും? തീർച്ചയായിട്ടും അത് കൊള്ളാം. അല്ല, ഞാൻ എന്റെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നതാ. കുഴപ്പം അല്ലല്ലേ മോളെ? കൊട്ടാരത്തിന്റെ അല്ലേ മോളെ? ഓക്കെ. ഇത് കള്ളക്കമ്പട്ടം അല്ലേ? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് രേഖാമൂലം അവരറിയിക്കും കേട്ടാ. അയ്യോ അല്ല ഞാൻ ചോദിച്ച സംശയങ്ങൾ ചോദിക്കുന്നതിന്. അല്ല, ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ മൊത്തം ഭരിച്ചിരുന്നവരുടെ കാര്യമാണ് ചേച്ചി സംസാരിക്കണത്. ഡയാനയുടെ മക്കളാണ് ഇവര് രണ്ടും. ഇപ്പൊ മനസ്സിലായോ മോനെ? ബാക്കി നാളെ തിരിച്ച് പറയാട്ടാ. ഓക്കെ ചേച്ചി. ഓക്കെ, ശരി. ഓക്കേടാ. നമ്മുടെ പേരെന്നാ പറഞ്ഞേ? എന്റെ പേര്. ഓക്കേടാ. ഓക്കെ. ശരി.